കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രോഹിത് സുസ്മിതയുടെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അടിയും ബഹളങ്ങളൊക്കെ ആവുന്നു. അങ്ങനെ ചന്ദ്രബോസ് രോഹിത്തിനെ അടിച്ചു വീഴ്ത്തിയിട്ട് അവരൊരു സ്ഥലത്ത് കൊണ്ടിടുകയാണ്. അതേ സമയത്ത് നമ്മുടെ രോഹിത് അതിൻ്റെ ഇടയിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. സ്ഥലം എഴുതിത്തരണമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് അതെൻ്റെ ഭാര്യ ശാലിനിയുടെ പേരിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുസ്മിത പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പോഴും ഞങ്ങളുടെ കൈകളിലാണുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സ്ഥലത്ത് ചെല്ലാൻ പറയുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കുകയാണ് കുട്ടികളെ. ഇതേ സമയത്ത് വിഷ്ണു ശാലിനിയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്നറിയാതെ വിഷമിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്യാമയോട് ചോദിക്കുക. അപ്പോൾ ശ്യാമ പറയും ഇങ്ങനെ രോഹിത്തിനൊരു ഫോൺ കോൾ വന്നു, പിന്നെ അതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ എന്തോ പേപ്പറൊക്കെ രോഹിത് എടുത്ത് നോക്കുന്നത് കണ്ടിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ തപ്പിയെടുക്കുകയാണ്. അത് തപ്പിയെടുത്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് ആധാരമാണെന്നും നമ്മുടെ ശ്യാമയുടെ പേരിലേക്ക് എഴുതി വെച്ചെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ കുട്ടികളെ തപ്പി ഇറങ്ങുകയാണ്. അങ്ങനെ നേരെ രോഹിത്തുള്ളിടത്തേക്കാണ് ആദ്യം ചെല്ലുന്നത് നമ്മുടെ ചന്ദ്രബോസ്. അങ്ങനെ ചന്ദ്രബോസിൻ്റെ അടുത്തെത്തി ചന്ദ്രബോസിന് നന്നായിട്ട് പെരുമാറുകയാണ് വിഷ്ണു. അതുപോലെ നമ്മുടെ സുസ്മിതയ്ക്കിട്ടും കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവിടുന്ന് രോഹിത്തിനെയും വിഷ്ണു രക്ഷിക്കുകയാണ്. രോഹിത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണ് തുറന്ന് ഇങ്ങനെ ബോധമൊക്കെ വരുന്ന സീനുകളൊക്കെ ഉണ്ട്. ആ സമയത്താണ് നമ്മുടെ വിഷ്ണു അങ്ങോട്ടേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സുസ്മിതയോട് ചോദിക്കുന്നു കുഞ്ഞുങ്ങൾ എവിടെയാടി എന്നൊക്കെ ചോദിക്കുന്നു. ആദ്യം അവർ പറയാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് നല്ല ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേനും സുസ്മിതയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതേ സമയത്താണ് നമ്മുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഏതോ ഒരു സ്ഥലത്താണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളെ തട്ടിക്കൊണ്ടെന്നാണ്, ഞങ്ങളുടെ കൂടെ അമ്മയും അച്ഛനും ഇല്ല എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ കുട്ടികൾ രക്ഷപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സത്യയാണെങ്കിൽ ഈ ഗുണ്ടകൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ പുറകെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സത്യയാണെങ്കിൽ കുറച്ച് ചെളി വാരി ആ ഗുണ്ടകളുടെ മുഖത്തേക്ക് തന്നെ എറി. കുഞ്ഞുങ്ങളും അങ്ങോട്ട് ഇത് ചെയ്യുകയാണ്, എതിർത്ത് നിന്ന് ധൈര്യം നേരിടുകയാണ്. അങ്ങനെ വിഷ്ണു കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കുന്നു, രോഗത്തിനെ രക്ഷിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇനി സുസ്മിതയും ചന്ദ്രബോസും എന്തായാലും ഉപേന്ദ്രനൊന്നും അടങ്ങിയിരിക്കത്തില്ല. അവരടുത്ത തന്ത്രങ്ങളായിട്ട് ഇറങ്ങും. കാരണം ഈ വസ്തു അല്ലെങ്കിൽ ഈ വീട് അവർക്ക് കിട്ടിയേ തീരുള്ളൂ, കാരണം അവർ മുടക്കിയ പണമാണ്. അപ്പം ഇനി അടുത്ത തന്ത്രങ്ങളുമായിട്ട് അവർ അടുത്ത എപ്പിസോഡിലുണ്ടാകും. അപ്പോൾ അടുത്ത എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.